ഹായ്, എല്ലാവർക്കും എൻ്റെ ലോകത്തിലേക്ക് വീണ്ടും സ്വാഗതം. അതെല്ലാവർക്കും ഹാപ്പി വിഷു. ഞാൻ കൊന്നപ്പൂ പറിക്കാൻ വേണ്ടി പോവുകയാണ്. തറവാട്ടിൻ്റെ അപ്പുറത്ത് കുറച്ച് മേലായിട്ട് ഒരു കൊന്നപ്പൂവിൻ്റെ മരമുണ്ട്. അപ്പോൾ ഇനി അവിടെ പോയിട്ട് പറിക്കാമെന്നുള്ള ഐഡിയയിലാണ്. അപ്പം ഇനി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് നിങ്ങൾ വ്ളോഗിൽ കണ്ടില്ല, ഞങ്ങളെ പറമ്പ്. ആ പറമ്പാണ്. നനച്ചിട്ടുണ്ട് കേട്ടോ അച്ഛൻ. വളപ്പൊടിയൊക്കെ ഇട്ടാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളെല്ലാവരും കൂടി വളപ്പൊടി ഇട്ടായിരുന്നു. ഇതായിക്കൊണ്ട് കൊന്നമരം. ആഹാ, ഇതുമെന്നറക്കാം. കണിക്കൊന്ന. എന്തായാലും ഞാൻ കുറച്ചെണ്ണം പൊട്ടിക്കട്ടെ. തറവാട്ടിക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൊന്നപ്പൂ വറുത്തു വലിച്ചുട്ടോ. എന്തോ അങ്ങനെ മതിൽ ചാടട്ടെ. എന്തായാലും പകുതി തറവാട്ടിലും കൊടുക്കണം. അങ്ങനെ രണ്ടിടത്തേക്കും കൂടി ആയിട്ടാണ് അറുത്തിട്ടുള്ളത്. തറവാട്ടിലെ പറമ്പാട്ടോ. അവിടെ ഒരു കിണർ കണ്ണുണ്ട് തോന്നുന്നു ഇതിൽ. ഇതെന്താ വെച്ചാൽ ഇവിടെ മതിലാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കണ്ടോ, ഇലക്ട്രിക് ലൈൻ ഇട്ടിട്ടുണ്ട്. കണ്ടോ, പന്നിക്ക് ഷോക്കിന് വേണ്ടിയിട്ടേ. എൻ്റെ അമ്മേ, രാവിലെ ഓഫാം. സോളാറാണ്. എന്തായാലും ഇവിടെ ഒരു മാവുണ്ട്. ഞാൻ മാങ്ങ ഉണ്ടോ നോക്കട്ടെ. നല്ല ടേസ്റ്റുള്ള മാവാ. ഇത് മൂവാണ്ടനാട്ടോ, വെളുത്ത മൂവാണ്ടൻ മാങ്ങ. അതല്ല, നമുക്ക് നാടൻ മാങ്ങ ഉണ്ട് ഇവിടെ. പറമ്പൊക്കെ പണ്ട് പറങ്കി മാവായിരുന്നു മൊത്തത്തിൽ ഈ തോട്ടം നിറച്ച്. പിന്നെ അത് നിരത്തി പിടിപ്പിച്ചാണ് വാഴയും തെങ്ങൊക്കെ. പറങ്കി മാവിൻ്റെ എന്താ രസം വെച്ചാൽ കൊമ്പോളൊക്കെ വളഞ്ഞും തിരിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. എന്നിട്ട് ടൈമിൽ പോയിരുന്ന് ഇങ്ങനെ കയറിയിരിക്കുക, എന്നിട്ട് ഇങ്ങനെ ചാടുക. ഭയങ്കര രസമൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്ത്. എന്നിട്ട് ഈ മാവിൻ്റെ ചുവട്ടിലിരിക്കും. ഞങ്ങൾ രാവിലെ ഇവിടേക്കാണ് ഈ മലയാണ്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാങ്ങ തിന്നലിൻ്റെ മെയിൻ പരിപാടി. നോക്കട്ടെ, നല്ല മാങ്ങ ഉണ്ടാവും. അപ്പോൾ ഇതാണ് തറവാട് വീട്. അവിടെ ഇതിൻ്റെ പകുതി കൊടുത്തു. ഇങ്ങനെ തിരിച്ച് വീട്ടിലേക്ക്. നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു കേട്ടോ, ഇതിനകത്ത് പണ്ട് തേങ്ങ ഇട്ടായിരുന്നു, അതേപോലെ അടയ്ക്കൊക്കെ സ്റ്റോർ ചെയ്തിരുന്നായിരുന്നു. ഇപ്പോൾ ഈ കഴുങ്ങ് നിൽക്കണില്ല തോട്ടം. അപ്പം അവിടെ സെൻറ്ററിലൊരു കിണർ കാണാനുണ്ടോ? ആ കിണറുമ്പോൾ കണക്ട് ചെയ്ത് ഇവിടെ വലിയൊരു പഴയ തറവാടുണ്ടായിരുന്നു. പൊളിച്ച് കളിച്ച് കഴിഞ്ഞാലേ കണ്ടെത്താൻ കഴിയില്ല. അത്രയ്ക്കും വലിയ വീടായിരുന്നു. പഴയ ഒരു 3 തട്ടൊക്കെ ഉള്ള പഴയ വലിയ തറവാടാണ്. അത് പൊളിച്ചു പോയി. എന്നിട്ടാണ് ഇപ്പം മേലെ പുതിയ തറവാട് ഉണ്ടാക്കിയത്. വീടുണ്ടാക്കിയപ്പോൾ ഇവിടുത്തെ പൊളിച്ചു. അപ്പോൾ അത്രയും വലിയ സ്പേസ് ഉള്ളൊരു വീടായിരുന്നു. ഓർമ്മകൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓർമ്മ വരും. ഇനി ചിലപ്പോൾ ഈവനിങ്ങേ കാണുന്നുണ്ടാവുള്ളൂ. എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്, വർക്കൊക്കെ. അപ്പോൾ എന്ത് ചെയ്യാം, വൈകുന്നേരം ഞാൻ കണി വെക്കുന്നതും പരിപാടികളൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് കുത്തണ്ടല്ലേ. കണി വെക്കുന്നതും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്നാൽ വീട്ടിലേക്ക് പോയി. അപ്പോൾ അങ്ങനെ വൈകുന്നേരമായി. കണി വയ്ക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്ത് വയ്ക്കുകയാണ്. മോർണിംഗ് പുലർച്ചെയാണ് കണി കാണുക. അപ്പോൾ അതിനു വേണ്ടി കണി സെറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ വിളക്കിലാദ്യം തിരികളമ്മ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിളക്കിൽ തിരി വെച്ചു. ഒരു ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഏറ്റവും അടിയിൽ അരി ഇടണം. പിന്നീട് അതിന് മേലെയായിട്ട് കണിവെള്ളരി വെക്കണം. കണിവെള്ളരിക്ക് പിന്നിലായി കണിക്കൊന്നയാണ് വെക്കുന്നത്. അതിന് പിന്നിലായി കോടിപ്പാവുമുണ്ടും അതിന് മുന്നിലായിട്ട് വാൽക്കണ്ണാടിയും വെക്കുന്നു. പിന്നീട് ഒരു വശത്തായി കോവയ്ക്കയും
തൊട്ടപ്പുറത്ത് നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത് വെച്ച ചന്ദനത്തിരിയും വെക്കുന്നു. പിന്നെ വാൽക്കണ്ണാടിയുടെ തൊട്ടടുത്ത് സ്വർണത്തിലുള്ള എന്തെങ്കിലും വെക്കണം. അപ്പോൾ സ്വർണ്ണ വളയാണ് വെക്കുന്നത്. പിന്നെ ഒരു വശത്തായിട്ട് അടക്കയും വെറ്റിലയും വെക്കുന്നുണ്ട്. പിന്നെ ഒരു ഇലയിൽ അരി, പൂവ്, കുങ്കുമം, കൺമഷി ഇങ്ങനത്തെ ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. കാണുന്ന രീതിയിൽ മൊത്തത്തിലൊന്ന് സെറ്റ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ 2 വശങ്ങളിലായിട്ട് തേങ്ങാമുറിയും കൂടിയും വെക്കുകയാണ്. അങ്ങനെ പ്രധാനപ്പെട്ട ഒരുവിധ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. മാങ്ങ, തേങ്ങ, നമ്മൾ വീട്ടിലുണ്ടാവുന്ന കൃഷിഫലങ്ങൾ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. സമ്പത്തിൻ്റെ പ്രതീകമായിട്ട് നമ്മൾ പണം വെക്കുന്നുണ്ട്. അതുപോലെ തിരിയിൽ എണ്ണ പാർന്ന് എല്ലാം റെഡിയാക്കി വെക്കുകയാണ്. രാവിലെ നേരെ വന്നു കഴിഞ്ഞാൽ വിളക്കൊളുത്തിയിട്ട് കണി കാണുക എന്നുള്ള രീതിക്ക് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി അവസാന അറേഞ്ച്മെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാതും ഒന്ന് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് അമ്മ. ഇനി തേങ്ങാമുറിയിൽ എണ്ണയും അതേപോലെ തിരിയും വെച്ച് കഴിഞ്ഞാൽ അരി വെച്ചൊരു തിരി ഉണ്ടാക്കും. ആ തിരിയും കൂടി വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞു. അതാണ് ഇപ്പം അമ്മ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതും കൂടി ആ തേങ്ങാമുറിയിൽ വെച്ചതിന് ശേഷം എണ്ണയും പാർന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിധ പരിപാടിയും കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് വിഷു കണി കൃത്യമായി സെറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി രാവിലെ വന്ന് വിളക്കുകൾ കൊളുത്തിയാൽ മതി. അങ്ങനെ കണി കാണും. അച്ഛൻ എന്തായാലും കൊടുന്ന പടക്കങ്ങളൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാണ്. അതേപോലെ പൂവ് കൊടുന്നിരുന്നു, അതും കത്തിക്കുകയാണ്. അങ്ങനെ കണി വെച്ചു. പിന്നെ അച്ഛനും അമ്മയും കൂടിയും പൂത്തിരിയും പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതേ ഗുണം കേൾക്കണില്ലേ? ഞാനെന്തായാലും 2 പൊട്ടിക്കണതൊക്കെ കേട്ട് പോകുന്നു. ഇത് നമ്മളെ പരിപാടികൾ നോക്കാം. അപ്പം ഇനി രാവിലെ കണി കാണാമെന്നുള്ള ഐഡിയയിലാണ് ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പം ഇനി രാവിലെ കാണാം. അങ്ങനെ പുലർച്ചെ മനോഹരമായ കണി കണ്ടു. ഇങ്ങനെ ഞങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞതിന് ശേഷം പ്രകൃതിയെയും കൂടിയും നമ്മൾ കണി കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി അച്ഛൻ വിഷുക്കണി എടുത്ത് വീടിൻ്റെ ഉമ്മറത്തേക്ക് വരികയാണ്. അങ്ങനെ ഞങ്ങൾ മുറ്റത്തൊന്ന് വയ്ക്കും. പിന്നെ വീടിന് ചുറ്റൊക്കെ ഒന്ന് കാണിക്കും. അച്ഛൻ വീടിന് ചുറ്റും കണി കാണിക്കാൻ കൊണ്ടുപോവുകയാണ്. അങ്ങനെ വീടിന് ചുറ്റും കണി കാണിച്ചതിന് ശേഷം വീടിനകത്തേക്ക് തന്നെ വിഷുക്കണി കൊണ്ടുവരികയാണ്. എന്നിട്ട് പൂജാമുറിയിൽ കണി കാണിക്കും. അതിനുശേഷം ആദ്യം വിഷു കൈനീട്ടം കൊടുക്കുന്നത് ഭഗവാനാണ്. അച്ഛനത് കൊടുക്കുകയാണ്. അതിനുശേഷം അമ്മയ്ക്കും ഏട്ടനും പിന്നെ എനിക്കും വിഷു കൈനീട്ടം തന്നു. പിന്നെ പടക്കം പൊട്ടിക്കുകയാണ്. അച്ഛൻ കൊടുക്കുന്ന പടക്കങ്ങൾ പൊട്ടിക്കാൻ നിൽക്കുകയാണ്. ആദ്യം എല്ലാവർക്കും ഹാപ്പി വിഷു. അങ്ങനെ വിഷുക്കണിയൊക്കെ കണ്ടു, കൈനീട്ടൊക്കെ കിട്ടി. അപ്പോൾ ഞാൻ എൻ്റെ ബാക്കിയുള്ള പരിപാടികളിലേക്കൊക്കെ നീങ്ങട്ടെ. ഇനി ഉച്ചയ്ക്ക് വിഷുവിന് സദ്യയായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങളൊക്കെ വിഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഞാൻ കവർ ചെയ്യുന്നുണ്ടാവും. അല്ലാത്തൊന്നും കവർ ചെയ്യുന്നുണ്ടാവില്ല. അത് കഴിഞ്ഞ് പിന്നെ അമ്മയുടെ വീട്ടിൽ പോകണം. അതൊക്കെയാണ് പ്ലാനിങ്ങുകൾ. ഹായ്, അങ്ങനെ കുളിച്ച് റെഡിയായിട്ട് വന്നു. ഇനി തലക്കുളങ്ങര അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്മയച്ഛനൊക്കെ നേരത്തെ പോയി. ഞാൻ മുട്ട സമയമായിരുന്നു. അപ്പം എന്നാൽ ഇനി അമ്പലത്തിലെത്തിയിട്ട് കാണാം. നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ മേ നാരായണ ദേവി.
തലക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഞാനും അച്ഛനും ഇടത്തുപുറം പൂന്താനം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്ക് വന്നു. ഇവിടെ കൃഷ്ണനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പൂന്താനമാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഞങ്ങൾ ക്ഷേത്രത്തിന് ചുറ്റും വലം വയ്ക്കുകയാണ്. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി. എന്നിട്ട് ഇനി തൊട്ടടുത്ത് തന്നെ ആയിട്ടൊരു വിഷ്ണു ക്ഷേത്രമുണ്ട്, മുതുപറ വിഷ്ണു ക്ഷേത്രം. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ തീരുമാനമെടുത്തു. അങ്ങാടിപ്പുറം മേൽപ്പാലല്ലേ, അതിൻ്റെ നേരെ താഴെയായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ക്ഷേത്രമാണ്. എന്നും അങ്ങാടിപ്പുറം പാലത്ത് കൂടെ പോകുമ്പോൾ നമ്മൾ കാണാറുണ്ട്, എല്ലാവരും കാണുന്നതാവും, തെച്ചിപ്പൂവ് നിറച്ച് പൂത്ത് നിൽക്കുന്നത് ആ ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ പോയി തൊഴാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളവിടെ എത്തി. കണ്ടില്ലേ തെച്ചിപ്പൂ, എന്ത് രസമറിയോ. ഇതാ വൈഡിൽ പാലത്തിൻ്റെ മേലെ നിന്ന് കാണണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുക. പിന്നെ അമ്പലക്കുളം ഉണ്ട് തൊട്ടടുത്ത് തന്നെ. അമ്പലത്തിൽ ഒരുപാട് മീനുകളുണ്ട് കേട്ടോ, മീനൂട്ടും ഉണ്ട് ഇവിടെ അമ്പലത്തിൽ. തെച്ചിപ്പൂ പൂത്തുക്കണമൊക്കെ എന്ത് രസമല്ലേ കാണാൻ. അതുപോലെ ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് ലക്ഷ്മി നാരായണ പൂജ. കല്യാണം കഴിയാത്തവർക്കൊക്കെ കല്യാണം പെട്ടെന്ന് നടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള പൂജയാണ്. ഭയങ്കര പ്രാധാന്യമുള്ളതാണ് ഈ ക്ഷേത്രത്തിൽ. അങ്ങനെ ക്ഷേത്രത്തിൽ തൊഴുത് വലം വെച്ച് വന്നു. ഇനി അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവാമെന്ന് തീരുമാനിച്ചു. അങ്ങാടിപ്പുറം എപ്പോഴും വരുമ്പോഴും തിരുമാന്താംകുന്നിൽ തൊഴുതിട്ടേ പോവാറുള്ളൂ. അങ്ങനെ ഞാനും അച്ഛനും ക്ഷേത്രത്തിൽ തൊഴുതു. അതിനുശേഷം ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന് വെക്കേഷൻ ആയതുകൊണ്ട് ഒരുപാട് ഭക്തജനങ്ങൾ തൊഴാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും തൊഴുത് ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങി. പിന്നെ ക്ഷേത്രത്തിലെ പ്രസാദൂട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞങ്ങളതൊക്കെ കഴിച്ചു. നേരെ തിരിച്ചിഞ്ഞ് വീട്ടിലേക്ക്. അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. ഞങ്ങളവിടുന്ന് പ്രസാദം കഴിച്ചു കേട്ടോ. പക്ഷെ വീട്ടിൽ നിന്ന് കഴിക്കണം, കാരണം വിഷു അല്ലേ. ഇപ്പോൾ വീട്ടിൽ നിന്ന് സദ്യ കഴിക്കണം. വീട്ടിലമ്മ ചെറിയൊരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്, ചെറിയ സെറ്റപ്പ് സദ്യ. പിന്നെ അത് കഴിക്കട്ടെ, പിന്നെ ഇനി പോകാം. അമ്മയുടെ വീട്ടിലേക്കാണ് പോയത്. കസിനും എല്ലാവരും വന്നിട്ടുണ്ട്, മേമമാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ കുറേ നാട്ടുവർത്താനങ്ങൾ പറഞ്ഞു. ഭക്ഷണത്തിന് ശേഷം നമുക്ക് സിനിമയ്ക്ക് പോകാമെന്നുള്ള തീരുമാനമായി. അങ്ങനെ ടിക്കറ്റ് എടുത്തിരുന്നു. വാഴ 2 സിനിമയ്ക്കാണ് പോയത്. ഞാനും ആദ്യം കൂടി സ്കൂട്ടിലാണ്, ബാക്കിയുള്ളവർ കാറിലും മുന്നിൽ പോയി. അർജുനായിരുന്നു വണ്ടി ഓടിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ വാഴ 2 സിനിമ കണ്ടു. വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം മൊത്തം അടിപൊളി എൻജോയ് ചെയ്തു. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു വിഷു ആശംസകൾ നേരുന്നു. നാളെ നാട്ടിലേക്ക് തിരിച്ചു പോരും. അപ്പോൾ എൻ്റെ ലോകത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയും കാണുന്നവരേക്കും ബൈ.